പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലെ സ്മാർട്ട് സിറ്റി നിർമ്മാണങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതിയും ക്രമക്കേടും ഉണ്ട് എന്നുള്ള വാർത്ത ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതായത് തിരുവനന്തപുരത്തിൻ്റെ പ്രധാന ഭാഗമായ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തായി കച്ചവടക്കാർക്കായി LDF ഭരണകൂടം ഉള്ളപ്പോൾ നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് സിറ്റിയുടെ കെട്ടിടം ഇപ്പോൾ നിലവിൽ കച്ചവടക്കാർ ഉപയോഗിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൂടാതെ തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ വലിയ കെട്ടിടം, അതായത് സ്മാർട്ട് സിറ്റിയുടെ കെട്ടിടം തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടമാണ് നിലവിലിപ്പോൾ വെറുതെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ വെറുതെ കിടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും അന്ന് കച്ചവടക്കാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് അവർക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ സ്ഥലങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഈ ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കി അല്ലെങ്കിൽ കെട്ടിപ്പൊക്കിയ ഈ ഒരു കെട്ടിടം പൊതുജനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു നിർമ്മാണത്തിൽ അശാസ്ത്രീയത വന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ശ്രീ VV രാജേഷ് ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പല കെട്ടിടങ്ങളിലും ഒരുപാട് പോരായ്മകൾ ഉള്ളതായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരിശ്രമം നടത്തിയിട്ടും പാളയം മാർക്കറ്റിൽ കെട്ടിയിട്ടുള്ള കടകളിൽ കച്ചവടക്കാർ അവിടേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മ്യൂസിയം ഭാഗത്ത് നേരിട്ടെത്തി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തി അവിടെയും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടും ആ കടകളും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ നടപ്പിലാക്കിയുള്ള ഒരു പിഴവായിട്ടാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ പല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇലക്ട്രിക് ബസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ, ആ ടെൻഡറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കോർപ്പറേഷൻ അന്നത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട പല രേഖകളും ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി നടത്തിയ നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി, ടെൻഡർ നടപടികൾ, അതോടൊപ്പം തന്നെ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാൻ ആവശ്യപ്പെടും. അതിൽ ഫോറൻസിക് ഓഡിറ്റിന് ഇക്കാര്യങ്ങൾ വിധേയമാക്കി റിപ്പോർട്ട് കിട്ടണം. ഈ ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കും. ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം, ഇത് മൂന്നുമാണ് ആവശ്യപ്പെടാൻ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആവശ്യപ്പെടുന്നത്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി, റെക്ടിഫയിങ് മെക്കാനിസം. അപ്പോൾ ഇതിലെവിടെയോ ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളിൽ എവിടെയോ ഒരു പോരായ്മ ഉള്ളതുകൊണ്ടാണ് 4 വർഷം കഴിയുമ്പോൾ തന്നെ കോൺക്രീറ്റ് പീസുകൾ അടർന്നു വീഴുന്നത്. അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോഴേക്ക് ഉപയോഗിച്ച കമ്പി 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുരുമ്പെടുത്തിട്ട് ആൾക്കാരുടെ തലയിലൊക്കെ കൂടെ വീഴാണ്. ഇപ്പോൾ തന്നെ കമ്പി നമ്മൾ പോയി താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പി നമുക്ക് നേരിട്ട് കാണും. ചുരുങ്ങിയ വർഷങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ എല്ലാ വസ്തുക്കളും പുറത്തു വരുന്നത്. ഈ 2 കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ഫോറൻസിക് പരിശോധനയിൽ ഏതൊക്കെ കാര്യങ്ങൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ ഉൾപ്പെടുത്തണം. ഞങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച്
അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെയും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടെയൊക്കെയാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടെ പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവയാണ് ഒരു ലേലത്തിൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായ ശേഷം മാധ്യമങ്ങളോട് പറയാം. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടും. മേയർ വി രാജേഷ് എന്തായാലും വ്യക്തമാക്കുന്നത് ഒട്ടനവധി ക്രമക്കേടുകളാണ് സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൽ ഇക്കഴിഞ്ഞ കാലയളവുകളിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പാളയം മാർക്കറ്റിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ കച്ചവടക്കാർ നിലവിൽ കച്ചവടം ചെയ്യാത്ത സാഹചര്യം, മ്യൂസിയം ഭാഗത്തെ കെട്ടിടം, ഇത്തരത്തിൽ നിരവധി സ്മാർട്ട് സിറ്റി നിർമ്മാണങ്ങളിൽ ഗുരുതര പിഴവ് സംഭവിച്ചിരിക്കുന്നു. അതുകൂടാതെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലടക്കം ഇലക്ട്രിക് ബസ് വാങ്ങിയതിലെ ടെൻഡറിലടക്കം ചില പിശകുകളുണ്ട് എന്നുള്ള സൂചനയാണ് മേയർ നൽകുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.